ഫ്രണ്ട്സിൻ്റെ മുന്നിൽ ഷൈൻ ചെയ്യാൻ ഇതുപോലത്തെ ഒരു ട്രാൻസ്പെറൻറ്റ് പൗച്ച് ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയാലോ. അപ്പോൾ നമുക്ക് 2-3 കമൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഈ റൈറ്റ് ഉണ്ടാക്കുമെന്ന് വെച്ചിട്ട്. പിന്നെ ഒന്നും നോക്കിയില്ല, ഇത് അത് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അത് നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, അതും ഈസി ആയിട്ടുള്ള മെത്തേഡിൽ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു OHP ഷീറ്റാണ്. ഈ OHP ഷീറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പെട്ടെന്ന് വാങ്ങിക്കാൻ പറ്റിയ ഐറ്റമാണ്. ഓക്കെ, അതെടുത്തിട്ട് സെൻറ്റർ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു കംപ്ലീറ്റ് OHP ഷീറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ റൈറ്റ് ഉണ്ടാക്കുന്നത്. പിന്നെ ഈ ഒരു കാണിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മടക്കിയിട്ടുള്ള ഭാഗത്തുനിന്ന് ഒരു 2 സെൻറ്റിമീറ്റർ ലെഫ്റ്റിലേക്കും 2 സെൻറ്റിമീറ്റർ റൈറ്റിലേക്കും വിട്ടിട്ട് നമ്മൾ വീണ്ടും ഒന്ന് മടക്കി കൊടുത്തിട്ട് ആ സെൻറ്റർ പോർഷൻ ഉള്ളിലോട്ടാക്കിയിട്ട് ഒരു M ഷേപ്പിലാക്കി എടുക്കുക. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ബോട്ടം പാർട്ടിൽ കുറച്ചും കൂടെ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇത് തികച്ചും ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. എന്നിട്ട് ഇതുപോലത്തെ ഒരു സിപ്പർ എടുക്കുക. അത് ഞാനൊരു ഫെവിബോണ്ട് വെച്ചിട്ടാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ സിപ്പർ എടുക്കുമ്പോൾ കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ള സിപ്പർ എടുക്കാൻ ശ്രമിക്കുക, എന്നാലേ നിങ്ങൾ എപ്പോഴും തുറന്ന് അടയ്ക്കുന്നതിനെ കൊണ്ട് എപ്പോഴും ഇത് ക്വാളിറ്റിയിൽ, അതായത് പെട്ടെന്നൊന്ന് ചീത്തയായി പോകാണ്ടേ ഇരിക്കുകയുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഫെവിബോണ്ടിന് പകരം നിങ്ങൾക്ക് സൂപ്പർ ഗ്ലൂ യൂസ് ചെയ്യാം, ഹോട്ട് ഗ്ലൂ ഗണ്ണി യൂസ് ചെയ്യാം. ശേഷം നമ്മുടെ ഈ സൈഡ്സൊക്കെ ഞാൻ സ്റ്റേപ്ലർ വെച്ചിട്ടാട്ടോ ഒട്ടിച്ചെടുക്കുന്നത്. അതായത് സ്റ്റേപ്ലർ യൂസ് ചെയ്യുന്നതിൻ്റെ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗ്ലൂ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ കുറേ ഐറ്റംസൊക്കെ ഇതിനോട് കുത്തിച്ചിരി വെക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ അടർന്നു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സ്റ്റേപ്ലർ ആകുമ്പോൾ ആ ഒരു കാര്യം ഉണ്ടാകത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റേപ്ലർ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ പൗച്ച് ഇവിടെ റെഡിയായി എന്ന് പറയാം. ഇത്രയേ ഉള്ളൂ പൗച്ച് ഉണ്ടാക്കാനുള്ള പണി. ഇനി നമുക്ക് കുറച്ച് ഡെക്കറേഷൻ അൽക്കുലത്ത് പണികളാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് ഡേസി ഫ്ലവേഴ്സ് വരച്ചു കൊടുത്തിട്ടുണ്ട്. അത് അക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്തിട്ടാണ് വരച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ കുറച്ച് ഗ്ലിറ്റർ ഫോം ഷീറ്റ് യൂസ് ചെയ്തിട്ട് സൈഡിലൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ ഡബിൾ സൈഡ് ടേപ്പ് യൂസ് ചെയ്തിട്ടാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടേപ്പ് യൂസ് ചെയ്യാം, അതായത് ഇഷ്ടമുള്ള ഗ്ലൂ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ബോർഡറും കൂടെ വെച്ചതിൻ്റെ ശേഷം നമ്മുടെ ആ സ്റ്റേപ്ലർ അടിച്ച ഭാഗവും ഗമ്മ് തേച്ച ഭാഗം ഒക്കെ കവറായിട്ടുണ്ട്. ഒരു വൃത്തികേടോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ നമ്മുടെ പൗച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫൈനൽ ഒരു ടച്ചപ്പിന് വേണ്ടിയിട്ട് ഞാൻ ആ ഡേസി ഫ്ലവേഴ്സിൻ്റെ സെൻറ്ററിലേക്ക് കുറച്ച് റൈൻ സ്റ്റോൺസും കൂടെ ഞാൻ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പൗച്ച് കാണാൻ നല്ല ക്യൂട്ടപ്പനായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പൗച്ച് ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇപ്പോൾ തന്നെ പോയി ലൈക്ക് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ഈ പൗച്ച് ടെസ്റ്റ് ചെയ്യണ്ടേ, ഇത് വർക്കിംഗ് ആണോ അല്ലെങ്കിൽ സംഭവം സക്സസ് ആണോ നോക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ പൗച്ചൊക്കെ ഒന്ന് തുറന്ന് നോക്കി, എന്നിട്ട് അതിലേക്ക് കുറച്ച് ഹൈലൈറ്റേഴ്സും പെൻസിൽസും പെൻസൊക്കെ വെച്ച് നോക്കുന്നുണ്ട്. സംഭവം അടിപൊളിയാണ്. അത്യാവശ്യം നല്ല സാധനങ്ങളും ഇതിനകത്ത് കൊള്ളുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു പെൻസിൽ പൗച്ചായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ ട്രാവൽ ചെയ്യുമ്പോൾ മേക്കപ്പ് ഐറ്റംസ് ഒക്കെ ഇട്ട് വെക്കാനുള്ളൊരു പൗച്ചായിട്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്തത് ഏത് ക്രാഫ്റ്റാണ് വേണ്ടതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ റൈറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ബൈ ബൈ.